ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡും മുട്ടയും വെച്ചിട്ട് മസാലയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 വ്യത്യസ്ത തരത്തിലുള്ള സ്നാക്സാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ കിടിലൻ ടേസ്റ്റുമാണ്. ഞാൻ ഈ സ്നാക്സ് എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടും ഇനി എണ്ണയിൽ മുക്കി പൊരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെയും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡും 3 പുഴുങ്ങിയ കോഴിമുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 മുട്ടയും ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ 3 മുട്ടയും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ 3 ബ്രെഡ് സ്ലൈസും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ഞാനൊരു സവാളയുടെ പകുതി മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കുക. ഗാർലിക് പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡും കൂടി പൊടിച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് എടുത്ത 3 സ്ലൈസ് ബ്രെഡും ഇതിലേക്ക് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ബ്രെഡൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കയ്യിലേക്ക് ഒരൽപ്പം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് 2 രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ഈ ഒരു രീതിയിലും പിന്നെ വേറൊരു രീതിയിലും കൂടി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 രീതിയിൽ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് 3ഉം ഈ ഒരൊറ്റ ഫില്ലിങ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്നാക്സിനുള്ളത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ മിക്സ് മുഴുവനും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഈ കോഴിമുട്ടയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്തെടുത്തത് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതൊരു 15 മിനിറ്റ് നേരം ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത് ഷേപ്പ് ചെയ്തെടുത്തത് കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 4-5 ബ്രെഡ് സ്ലൈസ് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ഈ ബ്രെഡ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുത്തത്. ഇനി ആ എഗ് റോളില്ലേ, അത് ഈ ബ്രെഡ് പീസിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ അറ്റത്തുള്ള ഭാഗം മൈദ വെച്ചിട്ടോ അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ടോ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ എൻ്റെ ഭാഗത്ത് നമ്മൾ മൈദ ബ്രഷ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അത് അവിടെ സ്റ്റിക്കി ആയിട്ട് നിന്നോളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നിന്നും പകുതി എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടും പകുതി എണ്ണയിൽ മുക്കി പൊരിക്കാതെയുമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക.
എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു 3 മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തില്ലേ, അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടുതൽ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്ത സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാനിൽ 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മുട്ടൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ മിക്സ് ബ്രെഡിൽ കവർ ചെയ്തെടുത്തില്ലേ, അത് ഓരോന്നായിട്ട് ഈ മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓയിലും അവോയ്ഡ് ചെയ്തിട്ട് ഇത് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് വെറുതെ ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ടോസ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്കിത് എണ്ണയിൽ മുക്കി പൊരിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ഫ്രൈ പാനിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിലോ ഓവനിലോ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ എഗ് ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ സ്നാക്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ ബ്രെഡിൽ റോൾ ചെയ്തെടുത്തില്ലേ, അതും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഈ ഒരു കളറാവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റണം കേട്ടോ. ഇത് ചൂടാറി വരുമ്പോഴേക്കും ഇതൊന്നും കൂടി ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ ഒരേ ഫില്ലിങ് വെച്ചിട്ട് നമ്മളിവിടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്നാക്സാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ അധികം ബുദ്ധിമുട്ടില്ലാതെ ഒരൊറ്റ ഫില്ലിങ്ങിൽ ഇത് ചെയ്തെടുക്കാനും പറ്റും. അതുമല്ല വ്യത്യസ്ത തരത്തിലുള്ള സ്നാക്സ് ആവും ചെയ്യും. കണ്ടോ, ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡിൽ റോൾ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതിൻ്റെ പുറമേയും നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അതുപോലെ നമ്മൾ ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എഗ്ഗിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചിക്കനിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചിക്കനിൽ ചെയ്തെടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രെഡും മുട്ടയും കൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.